എല്ലാവർക്കും നമസ്കാരം. നമുക്ക് മഴതോരും മുംബൈയിലെ അലീനയുടെയും മനുഷ്യൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ അലീനയും കൂട്ടിക്കൊണ്ട് സ്റ്റാൻലി എസ്റ്റേറ്റൊക്കെ കാണിക്കാനായിട്ട് പോവുകയാണ്. ആ സമയത്ത് സ്റ്റാൻലി ജീപ്പിലോട്ട് വന്നിരിക്കുന്നുണ്ട്. ആ സമയം അലീന ഔതക്കുട്ടിച്ചായൻ്റെ കയ്യിലൊക്കെ പിടിച്ചുകൊണ്ട് പുറത്തോട്ടിറങ്ങി വരികയാണ്. അങ്ങനെ അവർ 3 പേരും കൂടിയാണ് പൂനിൽ ഒരു തോട്ടമൊക്കെ കാണാനായിട്ട് പോകുന്നത്. ആ സമയത്ത് അലീന എടുത്ത് പറയും, അലീന ഫ്രണ്ടിലിരിക്കാൻ പറയും. പോകുന്ന വഴിക്ക് കാഴ്ചകളൊക്കെ നല്ലോണം കാണാമല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അലീന പറയും, അത് കുഴപ്പമില്ല, തൽക്കാലം വല്യപ്പച്ചൻ ഫ്രണ്ടിലിരിക്കട്ടെ, ഞാൻ ബാക്കിലിരിക്കാമെന്ന് പറയും. ഞാൻ അലീനയോടാണ് പറഞ്ഞത്. അപ്പോഴത്തേക്ക് സ്റ്റാൻലിയുടെ ശബ്ദം മാറുമ്പോഴത്തേക്ക് അലീന അങ്ങ് പേടിച്ചു പോകുന്നുണ്ട്. അങ്ങനെ അലീന ഫ്രണ്ടിലിരിക്കും. അതേക്കുറിച്ച് പറയും, ഞാൻ കുറേ നാൾ ഫ്രണ്ടിലിരുന്ന് പോയതല്ലേ മോളെ, ഇനി നീ ഇരുന്നാൽ മതി, നിൻ്റെ സ്ഥാനം മുൻപന്തിയില്ല, നീ ഇവിടെ തന്നെ ഇരിക്കണമെന്ന് പറയും. അങ്ങനെ അലീനയെ അവതക്കുട്ടിച്ചായൻ പിടിച്ച് മുമ്പത്തെ സീറ്റിൽ ഇരുത്തിയിട്ട് അവതക്കുട്ടിച്ചായൻ ബാക്കിൽ ഇരുന്നിട്ട് അവർ 3 പേരും കൂടി എസ്റ്റേറ്റിലോട്ട് പോവുകയാണ്. പോകുന്ന വഴിക്കുള്ള സുന്ദരകരമായ കാഴ്ചകളൊക്കെ അലീനയ്ക്ക് കണ്ണെടുക്കാൻ തോന്നില്ലായിരുന്നു. വളരെ നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു. അതിനുശേഷം എസ്റ്റേറ്റിൻ്റെ അടുത്ത് വണ്ടി നിർത്തിയിട്ട് എല്ലാ സ്ഥലങ്ങളും അവതക്കുട്ടിച്ചായനും സ്റ്റാൻലിയും കൂടി ചേർന്ന് അലീനയെ കാണിച്ചു കൊടുക്കുകയാണ്. ആ സമയത്ത് സ്റ്റാൻലി പറയുന്നുണ്ട്, ഇത് കാട് മൂടി കിടന്നൊരു പ്രദേശമായിരുന്നു, ഞാനാണ് ഈ ഭാഗത്തെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം ഇവിടെ എല്ലാം റബ്ബറും കുരുമുളകും ഏലവും ഒക്കെ നട്ടേന്ന് പറയും. ശരിക്കും ഒരു പ്ലാന്റർ തന്നെയാണ് സ്റ്റാൻലി. ആ സമയത്ത് അലീന പറയും, അതിന് ജോലിക്കാരല്ലേ ഇവിടെ ഇതെല്ലാം ചെയ്തത് എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് സ്റ്റാൻലി എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റാണ് അലീന പറയുന്നത്. ആ സമയത്ത് പിന്നെ അവിടെ വെള്ളമൊക്കെ വരുന്നതിന് ഉണ്ടാക്കിയ കുറച്ച് സജ്ജീകരണങ്ങളെക്കുറിച്ചും വഴി എടുത്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ സ്റ്റാൻലി അലീനയോട് പറയുന്നുണ്ട്. ആ സമയത്തൊക്കെ വേറൊരു തരം മറുപടിയാണ് അലീന സ്റ്റാൻലിയോട് പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ സ്റ്റാൻലി അവതക്കുട്ടിച്ചായനോട് പറയുന്നുണ്ട്, ബുദ്ധി അല്പം കുറവാണെന്ന് തോന്നുന്നു. അപ്പോൾ അവതക്കുട്ടിച്ചായൻ പറയും, ബുദ്ധി അല്പം കൂടുതലാണെന്നാണ് തോന്നുന്നത് എന്ന് പറയും. അവളേ, നീ കരുതുന്ന ഒരു സാധാരണ പെൺകുട്ടിയല്ല, അവൾ ചിന്നമ്മു, നിന്നെ നിലയ്ക്ക് നിർത്താൻ അവൾക്ക് കഴിയുമെന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ സ്റ്റാൻലി ഇങ്ങനെ അലീനെ നോക്കുന്നുണ്ട്. അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ നോക്കുമ്പം സ്റ്റാൻലിയുടെ അമ്മയെ തന്നെയാണ് ഓർമ്മ വരുന്നത്. അതിനുശേഷം തോട്ടങ്ങളും എല്ലാം കൊണ്ട് കാണിച്ച് അലീനയ്ക്ക് അവിടെ എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട്. അതിനുശേഷം അലീനയുടെ അടുത്തേക്ക് നോക്കി സ്ഥലങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ? ആ ഇഷ്ടപ്പെട്ടു പപ്പ, നല്ല സ്ഥലമാണ്, കൊള്ളാമെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ഇനി നമ്മൾ പോകുന്നത് നമ്മളുടെ ഓഫീസിലോട്ടാണെന്ന് പറയും. ഓഫീസിലോട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനുണ്ടെന്ന് പറയും. ആ സമയത്ത് അലീന പറയും, അല്ല ഞാൻ ഓഫീസിലോട്ട് വരണോ? അപ്പോൾ അവതക്കുട്ടിച്ചാൻ പറയും, പിന്നെന്താ, നീ അങ്ങോട്ട് ചെല്ലണമെന്ന് പറയും. ആ സമയത്ത് സ്റ്റാൻലി അവിടെ എസ്റ്റേറ്റിൻ്റെ അടുത്തുള്ള ഓഫീസിൽ കാറ് നിർത്തുന്നുണ്ട്. അങ്ങനെ അതിനകത്ത് നിന്ന് സ്റ്റാൻലി ഇറങ്ങി അകത്തോട്ട് പോവുകയാണ് ഓഫീസിലോട്ട് കണക്കും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട്. ആ സമയത്ത് അവതക്കുട്ടിച്ചാൻ പറയും, പിന്നെ ഓഫീസിനകത്തോട്ട് ചെല്ലുമ്പം അവൻ എന്തായാലും ചിന്നമ്മൂനെ മോളെന്നാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ അവർ മോൾ എന്ത് ചെയ്യുക ചോദിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഡിഗ്രി അങ്ങ് പറഞ്ഞോണം. എന്ത് ഡിഗ്രി പറയാം? ഇപ്പോഴത്തെ ഈ BA MA MPhil എന്നൊക്കെ പറയുമല്ലോ, അതിൽ ഏതെങ്കിലും ഡിഗ്രി വെച്ചാൽ കാച്ചിയേക്കണം കേട്ടോ. നമ്മൾ അവിടെ ഒട്ടും താഴ്ന്നു പോരുത്. മോള് ചെന്ന് കയറുന്നത് മോളെ പപ്പയുടെ ഓഫീസിലോട്ട്, ആ ഒരു ഗൗരവം മോക്കുണ്ടാവണം. അതൊക്കെ വേണോ വല്യപ്പച്ച? വേണം. അങ്ങനെ ആരുടെ മുമ്പിലും നീ പുറകെ നിൽക്കാൻ പറ്റത്തില്ല. നീ റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫിൻ്റെ മകളാണ്, ആ ഒരു വെയിറ്റ് നിനക്ക് ഉണ്ടാവണമെന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞാൽ മറക്കണ്ട, ഏതൊരു ഡിഗ്രി വെച്ച് കാച്ചിക്കൊള്ളാൻ പറയും. അങ്ങനെ അലീന അങ്ങോട്ട് ചെന്ന് കയറിയാണ്. ആ സമയത്ത് ക്യാബിൻ തുറന്ന് കയറുമ്പോൾ അവിടെ കണക്കൊക്കെ നോക്കുന്നൊരു അക്കൗണ്ട് സെക്ഷനിൽ അക്കൗണ്ടൻറ്റ് വന്ന് കണക്കൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് പറയും, ഇത് എൻ്റെ മകൾ അലീന എന്ന് പറയും. ആ സമയത്ത് അദ്ദേഹം ഇങ്ങനെ നോക്കുകയാണ്. കാരണം ഇതിനു മുമ്പ് അങ്ങനെ ഒരു പെൺകുട്ടിയെ കണ്ടിട്ടില്ല. ഒരു 10-22 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി മുമ്പ് വന്നിട്ടുണ്ട്. സ്റ്റാൻലിയുടെ മക്കൾ ടാനി ഉൾപ്പെടെയുള്ള കുട്ടികൾ വന്നിട്ടുണ്ട്. പക്ഷേ അലീന എന്ന പേരുള്ള ഒരു കുട്ടിയെ ആദ്യമായിട്ടാണ് അവർ കാണുന്നത്. അപ്പോൾ പിന്നൊന്നും സ്റ്റാൻലിയുടെ മുഖത്തൊക്കെ ചോദിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ പരിചയപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കാണും. കണ്ടതിന് ശേഷം പറയും, ഓഫീസൊക്കെ ഇഷ്ടമായോ അലീനയ്ക്ക് നോക്കും. കൊള്ളാം പപ്പ, നന്നായിട്ടുണ്ടെന്ന് പറയും. അതിനുശേഷം ഇവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ? അല്ല, ഇവിടെ നല്ല വരുമാനമുണ്ട് പപ്പ എന്ന് ചോദിക്കും. നല്ല വരുമാനമുണ്ട്. അപ്പോൾ ഈ പൈസയൊക്കെ പപ്പ സേവ് ചെയ്യുമെന്ന് വെച്ചാൽ കുറച്ചൊക്കെ സേവ് ചെയ്യും. പിന്നെ തോട്ടത്തിന് വേണ്ടിയും കുറേ കാശൊക്കെ ഞാൻ ചിലവാക്കും. ഇതിപ്പോൾ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ ജോലിക്കാരുടെ ശമ്പളം, പിന്നെ നമ്മൾ കൃഷി ഇതൊക്കെ, അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. പിന്നെ കുറച്ച് ഡൊണേഷനൊക്കെ കൊടുക്കും. എവിടേക്ക്? അത് ഡൊണേഷൻ ഉദ്ദേശിക്കുന്ന ഈ കുറച്ച് രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ നടത്തുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ ഫണ്ട് പിരിവൊക്കെ നടത്തുമ്പോൾ അതൊക്കെ കൊടുക്കുമെന്ന് പറയും. അല്ലാതെ അങ്ങനെ ഡൊണേഷനൊന്നും കൊടുക്കത്തില്ലെന്ന് ചോദിക്കും. എവിടേക്ക്? അനാഥ മന്ദിരത്തിലേക്കോ? ഞാനെന്തിനാ അനാഥാലയത്തിലോട്ടൊക്കെ ഡൊണേഷൻ കൊടുക്കുന്നത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ആൻ്റെ അപ്പനാണ് അതൊക്കെ നോക്കുന്നത്. എൻ്റെ അടുത്ത് അങ്ങോട്ടൊന്നും പറയാറില്ല എന്ന് ചോദിക്കും. അതെന്താ പപ്പ അങ്ങനെ?
എന്തെങ്കിലും അധികം പൈസയും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഓർഫനേജിന് കൊടുക്കുന്നതല്ലേ നല്ലത്. ഞാൻ മുമ്പ് ജോലി ചെയ്യുന്ന സമയത്തേ എനിക്ക് കിട്ടുന്ന ശമ്പളമെല്ലാം ഞാൻ അനാഥാലയത്തിലോട്ടായിരുന്നു കൊടുത്തിരുന്നത്. അവിടെ വേണ്ട വസ്ത്രങ്ങളും പുതുവസ്ത്രങ്ങളും ആഹാരത്തിനുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുക്കുമായിരുന്നു. അതൊക്കെ എന്തിനാ അലീന ഇപ്പോൾ ഇവിടെ പറയുന്നത്? അത് വേണം പപ്പ. ഞാൻ 22 വർഷം ഒരു അനാഥ മന്ദിരത്തിലല്ലേ കഴിഞ്ഞത്. മറ്റുള്ള ആൾക്കാർ കൊണ്ടുതരുന്ന ഭക്ഷണവും പൈസയൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക് ഓരോ ദിവസവും കഴിഞ്ഞുകൂടാൻ പറ്റിയിരുന്നത്. അതുപോലെ തന്നെ ഇനി പപ്പ മാസം ഒരു തുക അനാഥ മന്ദിരത്തിൽ കൊടുക്കണമെന്ന് പറയും. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് അതേക്കുറിച്ച് ഞാനൊരു വിഷമം തോന്നും. അവൾ പറഞ്ഞില്ലേ, ചിന്നമ്മ പറഞ്ഞില്ലേ, നമുക്കത് എന്താണെന്ന് വെച്ചാൽ അത് അതിൻ്റേതായ രീതിയിൽ കൈകാര്യം ചെയ്യാമെന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേക്ക് അലീനയ്ക്ക് അങ്ങ് സന്തോഷമാവും. ചിന്നമ്മ എന്ത് പറയുന്നു അത് അതുപോലെ എന്ന് പറയുന്നുണ്ട്. പിന്നെ സ്റ്റാൻലിക്കൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ അവർ പറയും എങ്കിൽ നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് പറയും. അല്ല, അവിടെ പൗലോസേട്ടൻ ഫുഡൊക്കെ ഉണ്ടാക്കുമല്ലോ. അവൻ്റെ ഫുഡ് ആർക്ക് വേണം? എന്നും കുറേ സാമ്പാറും പൊട്ടറ്റോയും ഒക്കെ ആയിട്ട്. എനിക്ക് വേണ്ട. എടാ ലാലിച്ച, നമുക്ക് എന്തെങ്കിലും കടിച്ചു പറിക്കുന്ന ഫുഡ് എന്തെങ്കിലും മേടിച്ച് കഴിക്കാമെന്ന് പറയും. ശരി, അപ്പച്ചൻ്റെ ആഗ്രഹം പോലെ ആവട്ടെ എന്ന് പറയും. അങ്ങനെ അവർ അലീനയും കൂട്ടിക്കൊണ്ട് പുറത്ത് പോയി ഇഷ്ടമുള്ള ഫുഡൊക്കെ വാങ്ങിച്ച് കഴിക്കുകയാണ്. അതിനുശേഷം അലീനയ്ക്ക് ഒരുപാട് വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ മേടിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എനിക്കിത്രയൊന്നും വേണ്ട വല്യപ്പച്ച, അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. എൻ്റെ ചിന്നമ്മൂന് ആവശ്യമുള്ളതെല്ലാം ഞങ്ങൾ മേടിച്ച് തരും. ഇനി നീ കഴിയേണ്ടത് സ്റ്റാൻലി ജോസഫിൻ്റെ മകളായിട്ടാണ്. ഒരു എല്ലാ പ്രൗഢിയും നിനക്കുണ്ടാവണം എന്നൊക്കെ പറയും. അങ്ങനെ എല്ലാം മേടിച്ച് കൊടുത്ത് സന്തോഷകരമായിട്ടാണ് അലീനയെ വീട്ടിലോട്ട് കൊണ്ടുവരുന്നത്. അതിനുശേഷം അലീന വീട്ടിലോട്ട് വന്നതിന് ശേഷം അലീനയ്ക്ക് വലിയ സന്തോഷമാണ്. അങ്ങനെ വീട്ടിലോട്ട് വരുന്ന സമയത്തും പപ്പയോട് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞതിന് പപ്പയ്ക്ക് ഫീൽ ചെയ്യുന്നു കരുതി പപ്പയുടെ കയ്യിലൊക്കെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ സ്റ്റാൻലി ജോസഫിന് എന്തോ ഒരു സങ്കടം പോലെ. കാരണം ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സ്നേഹം തൊട്ടറിയുന്നതെന്നൊക്കെ ഒരു ഫീല് സ്റ്റാൻലിക്ക് തോന്നുന്നത്. സ്വന്തം മക്കളുണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരു അടുപ്പമൊന്നും പപ്പയോട് തോന്നിയിട്ടില്ല അവർക്ക്. പക്ഷേ അലീന സ്വന്തം പപ്പയോട് കൂടുതലങ്ങ് അടുക്കുകയാണ്. അങ്ങനെ കയ്യിലൊക്കെ പിടിച്ച് കൈ ചേർത്ത് പിടിച്ച് ഇരിക്കുമ്പോൾ തന്നെ സ്റ്റാൻലിക്ക് ഒരു വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട്. മോള് എന്നെ ഇഷ്ടപ്പെട്ട് തുടങ്ങി എന്നൊക്കെയുള്ളൊരിതാണ് തോന്നുന്നത്. അങ്ങനെ അലീന പപ്പയെ ചേർത്ത് പിടിക്കുകയാണ്. അതൊക്കെ കാണുമ്പോൾ അതേക്കുറിച്ച് ഞാനും വലിയ സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും തിരിച്ച് ഹാപ്പി ആയിട്ടാണ് വീട്ടിലോട്ട് വരുന്നത്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. അങ്ങനെ സ്റ്റാൻലിയും അലീനയും തമ്മിൽ കൂടുതൽ അടുക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരു ശുഭരാത്രി നേരുന്നു. നന്ദി.